നമസ്കാരം. എല്ലാരും ഉണ്ടല്ലേ? ഞാൻ കുഞ്ഞുമോൻ, ചട്ടമ്പി കുഞ്ഞുമോൻ. ഇച്ചിരി അടിയും പിടിയും ഗുണ്ടായിസമൊക്കെ കൊണ്ട് നടക്കുമായിരുന്നു കുറെ കാലം. എനിക്ക് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ശിഷ്യന്മാരാന്നേ. ഇപ്പൊ അതെല്ലാം പോയി, നാല് വഴിക്കായി പോയി. എനിക്ക് ഏറ്റവും വിഷമം എന്തുവെന്നറിയോ? എന്തു വന്നാലും എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുമെന്ന് പറഞ്ഞ എന്റെ ഡിസ്കി ചന്ദ്രൻ എന്നെ കളഞ്ഞിട്ട് പോയി. അതാ എന്റെ ഏറ്റവും വലിയ വിഷമം. പിന്നെ കുറച്ചു കാലമായിട്ട് ഞാൻ ഇന്ന് മരുമോന്റെ കൂടെ താമസം. അപ്പൊ ഈ അടുത്തൊക്കെ മരുമോൻ എന്നോട് പറയുക, അച്ഛനൊരു ബിസിനസ് ചെയ്തുകൂടെ? നമ്മൾ ഈ ഗുണ്ടയായിട്ടൊക്കെ നടന്ന ആളല്ലയോ, ആന മെണിഞ്ഞെന്ന് പറഞ്ഞ് തൊഴുതി കെട്ടാൻ പറ്റുമോ ചേട്ടാ? പിന്നെ ഞാൻ ഈ അടിയും പിടിയുമായിട്ടുള്ള എന്ത് ബിസിനസ് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാ ലോട്ടറി തട്ടിടാമെന്ന് വിചാരിച്ചത്. അതാകുമ്പോ ഡെയിലി അടിയുണ്ടല്ലോ, നമ്മുടെ മനസ്സിലൊരു കുളിർമയുണ്ട്. ഇപ്പൊ ആരെങ്കിലും ചോദിക്കുവാ, എടാ കുഞ്ഞുമോനെ ഇന്ന് അടിയില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഇന്നും നാളെ മറ്റന്നാളും എല്ലാം അടിയുണ്ടെന്ന്. പ്രചോദേട്ടൻ ഒരു ലോട്ടറി എടുക്കുന്നു, ഒരെണ്ണം എടുക്കുക, അടി ഉറപ്പാ. അല്ല ഇനിയിപ്പോ അടി നടന്നില്ലെങ്കിൽ ഒരു പിടിച്ചെള്ളെങ്കിലും നടക്കും. ഇത്രയും വലിയൊരു ചെറുക്കൻ അവിടെ വന്ന് നിന്നിട്ട് കണ്ടില്ലെന്ന് ആരാടാ കാണാത്തെ? കണ്ടില്ല, ഇത് കാണുന്നില്ല, എന്റെ സമൂസ കാണുന്നില്ല. കുറെ നാളാ എന്റെ കളിപ്പാട്ടം ഇത് കുറെ നാളായിട്ട് കാണാതെ പോയേക്കുക. ഞാൻ തിരക്കി ഇറങ്ങിയത് എവിടെയാണെന്ന് ഒരു പിടിയില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ എന്റെ സമൂസ? എനിക്കറിയാം, എന്നെ കാണുമ്പോഴേ നിങ്ങളുടെ ഇടയ്ക്കറി പാത്തിരിക്കുവായിരുന്നു. ഇങ്ങനെ ഇറക്കി ഇവിടെ എന്റെ സമൂസ സമൂസ എനിക്ക് താ. നിങ്ങൾ അവരൊക്കെ ഈ നാട്ടിൽ പുതിയ ആൾക്കാരാടാ, അവർക്കൊന്നും ഇവിടുത്തെ കാര്യമൊന്നും അറിയത്തില്ല. ഇവിടുത്തെ കാര്യങ്ങൾ ആർക്കെ അറിയാവുന്ന മാമനല്ലേ ഇവിടെ നിൽക്കുന്നേ? നീ ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞു തരാം നിന്റെ കാര്യങ്ങളൊക്കെ. എന്നാ ഞാൻ അങ്ങോട്ട് വരുവാ. ഐശ്വര്യമായിട്ട് നീ ഏതായാലും വന്നില്ലയോ? ഒരു ലോട്ടറി എടുക്കണ അടി ഉറപ്പാ. അയ്യോ എന്തിനാടാ നീ എന്നെ അടിച്ച്? ഞാൻ തിന്നുന്ന സാധനത്തിനാണ് കൈയിട്ട എനിക്ക് ദേഷ്യം വരെ ആരായാലും ഞാൻ അടിക്കും. ഉണ്ടല്ലോ ഞങ്ങളുടെ അപ്പൂപ്പൻ, ഞാൻ ഇഡലി തിന്നോണ്ടിരിക്കുവായിരുന്നു, അതിനകത്ത് കൊണ്ട് കൈയിട്ട്. പിന്നെ ഇതുവരെ അപ്പൂപ്പൻ എന്നോട് മിണ്ടിയിട്ടില്ല, അറിയാവോ? എന്താടാ മിണ്ടാത്തെ? അപ്പൂപ്പനെ നാക്കും വായുടെ ഞാൻ തയ്ച്ചു വെച്ചേക്കുവാ. എന്താ ഭഗവാനെ, എടാ സമൂസ തരാൻ വേണ്ടി ഇത് ബേക്കറി കടയല്ല, ഇത് ലോട്ടറി കടയാ. നിനക്ക് വേണമെങ്കിൽ ഞാനൊരു ലോട്ടറി ചുരുട്ടി ഒരു സമൂസ പോലെ ആക്കി തരാം, അത് മതിയോ? ഒരൊറ്റ ഇടിയാൻ പറ്റാന്നുണ്ടല്ലോ. തിന്നുന്ന സമൂസയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഏത് സമൂസയാ? എന്റെ മാസ്റ്ററിന്റെ പേരാ സമൂസ, അതാ ഞാൻ പറഞ്ഞു, ഇതാണ് എന്റെ സമൂസ. ദൈവമേ, മീശ കളിച്ച സമൂസയോ? ഇതാരാടാ ഈ മാസ്റ്ററിന് സമൂസ എന്നൊക്കെ പേരിട്ട്? ഞാനാ. മോന്റെ പേരെന്തുവാ? റൊട്ടി. അപ്പൊ പിന്നെ സമൂസ നേടുന്നതിൽ യാതൊരു ഇല്ല. വിളിച്ചോണ്ട് എന്റെ സമൂസ എനിക്ക് കൊണ്ടുതരാം. മോനെ, നീ പടവും തൂക്കിയിട്ടോണ്ട് ഇങ്ങനെ റോഡിൽ നീളം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ വീട്ടിലോട്ട് ഇല്ല, നിന്റെ അച്ഛന്റെ നമ്പർ ഞാൻ പറയാം, നീ ഇവിടെ വന്ന്. അവരെ ഒന്നും വിളിച്ചാലൊന്നും കിട്ടത്തൊന്നുമില്ല. അതെന്താ? ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി സമൂസ തിരക്കി ഇറങ്ങിയപ്പോഴേ അച്ഛൻ പറഞ്ഞു, നീ വീടിന്റെ മുറ്റത്തിറങ്ങിയ നിന്റെ കാല് തല്ലി ഓടിക്കുന്നു പറഞ്ഞു. എന്നിട്ട് അച്ഛൻ പറഞ്ഞോളൂ, ഞാനതങ്ങ് ചെയ്ത്. എന്നിട്ട് അച്ഛന്റെ കാല് തല്ലി ഓടിച്ചു. എന്റെ ദൈവമേ, അച്ഛന്റെ കാല് തല്ലി ഓടിച്ചിട്ട് ഇവിടെ വന്ന് പ്രസംഗിക്കുവാണോ? മര്യാദക്ക് നീ വീട്ടിൽ പോടാ. ഞാൻ വീട്ടിൽ പോകത്തില്ല, എനിക്ക് സമൂസ വേണം. എടാ, നീ സമൂസ കൊണ്ടുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ സമൂസ തമ്മിലുള്ള ബന്ധം എന്തുവാടാ? ഞാൻ എന്റെ മാഷിനെ ആദ്യമായിട്ട് കാണുന്ന എപ്പോഴാന്ന് അറിയാവോ? എപ്പോഴാ? ഒരു ദിവസം ഞാൻ മാഷിനെ കാണാൻ വേണ്ടി ചെന്ന്, അന്നേരം ഉണ്ടല്ലോ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. എന്തിനാടാ ഞാൻ ഇയാളെ വിളിച്ചോണ്ട് തരുന്നത്? അയാൾ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടാ. അങ്ങനെ പാവൊന്നുമല്ല, അങ്ങനെ ആരെന്നറിയോ? അങ്ങനെ ഭയങ്കര ബില്ലില്ല, അങ്ങനെ കുൻഫും കളരി അതും ഇതൊക്കെ ചെയ്യുന്ന ആളാ. എന്ത് വന്നാലും അങ്ങാരുടെ കുമ്പവും കളരിയൊന്നും അല്ല കണ്ടത്, ഞാൻ നിന്റെ കുമ്പവും കളരി എന്നാണ് അവിടെ കണ്ടത്. അതാ ഞാൻ പറഞ്ഞ എന്റെ കളിപ്പാട്ടമാണ്, എനിക്ക് എന്റെ കളിപ്പാട്ടം വേണം. എടാ, നിന്റെ കളിപ്പാട്ടത്തെ ഞാൻ പിടിച്ചോണ്ട് തരാം, പക്ഷെ എനിക്കെന്തുവാ ഗുണം? മാമനത് പിടിച്ചോണ്ട് തരുവാണെങ്കിൽ മാമന് ഞാൻ കാശ് തരാം. കാശ്? നീ കാശ് കണ്ടിട്ടുണ്ടോടാ? നീ ഈ പോപ്കോൺ വാങ്ങിക്കുന്ന 10 രൂപയല്ല, ഇതിനൊക്കെ ലക്ഷങ്ങൾ ചെലവാകുന്നതാ. മാമൻ എത്ര കാശാ വേണ്ടേ? കാണിച്ചു, ഇത് കണ്ടോ, പിടി, കണ്ടോ? ഇനി വേണോ? ഇനി പൈസ താളക്കടയില്ലേ, കണ്ടോ? ഇത്രയും പൈസ ഉണ്ട്, മാമന് ഞാൻ തരാം. മാമന് എന്റെ മാസ്റ്ററെ പിടിച്ചോണ്ട് തന്നാ മതി.
മാമ 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 സ്വന്തമായിട്ട് ATM കൊണ്ട് നടക്കുന്നു. എവിടെയാണ് പൈസ? ഞാൻ വീട്ടിൽ ഞങ്ങളുടെ അലമാരിക്കകത്ത് എടുത്തോണ്ട് വന്ന് ഇത് 50,000 രൂപ ഉണ്ട്. എന്റെ മാസ്റ്ററെ പിടിച്ചു തരുവാണെങ്കിൽ ബാക്കി പൈസ ഞാൻ തരാം. പിടിച്ചോണ്ട് തരുവോ? തരുവോ? തരും. അയ്യോ അറിയില്ലേ, എനിക്ക് വിശക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച പൈസ തിരിച്ചു ചോദിക്കാനായിരിക്കും. എനിക്ക് വിശക്കുന്നു. ഒരു കാര്യം ചെയ്യും, അപ്പുറത്ത് ബേക്കറി ചെന്ന് തീറ്റയും കുടിയും കഴിയുമ്പോഴത്തേക്കിന് ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടുവെക്കാം. കണ്ടു വെക്കുവോ? വെക്കും. ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ മാസ്റ്ററെ തിരിച്ചു വന്നില്ലോണ്ടല്ലോ, എന്റെ സ്വഭാവം വരും. എന്റെ അപ്പൂപ്പനെ ചെയ്തില്ലയോ അതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്യും. എന്റെ ഭഗവാനെ, ഞാൻ പോയിട്ട് വരാം. ഞാൻ വാങ്ങിക്കുകയും ചെയ്തു. ഇനിയിപ്പോ ഇതെന്തോ ചെയ്യും? ഇതെന്നെ കൊണ്ട് കൂട്ടിയാ കൂടത്തില്ല. ചന്ദ്രനെ വിളിക്കാം. ചന്ദ്രോ. ഹലോ. ചന്ദ്ര, നീ കുറിവെക്ക് വന്നോടാ. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, നിന്നെ എപ്പ വിളിച്ചാലും നീ കുറിപ്പുറത്താ, അതുകൊണ്ടാ ചോദിച്ചത്. അങ്ങനെ ഒരു മാസമായിട്ട് ചന്ദ്രന് ഒരു കുറിവെപ്പും ഇല്ല ശാനെ. ചന്ദ്ര, ഇപ്പൊ എന്റെ കൈ നിറച്ച് കാശാ. അത് ശരി. ഏതോ ATM ചെന്ന് കൈ കാശിട്ട് കുടുങ്ങി കിടക്കുവാണ്. ചന്ദ്രൻ വരത്തില്ല നിങ്ങളെ രക്ഷിക്കാൻ. അതല്ല പറഞ്ഞത്. പിന്നെ ഇവിടെ ഒരു സമൂസ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് 50,000 രൂപ എനിക്ക് അഡ്വാൻസ് തന്നിട്ട് പോയി. സമൂസയെ കൊണ്ട് കൊടുത്ത 2 ലക്ഷം രൂപയോ? പിന്നെ ചന്ദ്ര, ഞാൻ പറയട്ടെ, നേരത്തൊരു ട്രെയിനിൽ പോയി നാശം പിടിച്ചു. ചന്ദ്ര, ഹലോ ചന്ദ്ര, ഇതെന്താ ദൈവം തമ്പുരാനെ, പറഞ്ഞു തീരുന്നതിന് മുമ്പ് കട്ടും ചെയ്ത് ഇവനി എന്തുവാ? ഇവൻ ഒന്നാമതെടുത്ത് ചാട്ടക്കാൻ. ചന്ദ്രൻ, ഡിസ്ക് ചന്ദ്രൻ ഫ്രം കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഫ്രം എന്താന്ന് പ്ലം കൊതവറ? അതാ. അതെ, ഫ്രം കോതവറ. അതാ എന്റെ സ്ഥലം. ഇനി ആശാൻ പറ. എടാ, നിന്നോട് ഞാൻ കുറെ കാലമായിട്ട് പറഞ്ഞു അവിടുന്ന് മാറി എന്റെ വീടിന്റെ അടുത്ത് വന്ന് താമസിക്കാൻ. അതാകുമ്പോ എപ്പോഴും നിന്നെ ഫോണിൽ എനിക്ക് വിളിക്കേണ്ട കാര്യം ഉണ്ടോടാ? ആശാൻ ഇപ്പോഴും 5.5 കണ്ടി തന്നെയല്ലേ താമസിക്കുന്നത്? ഞാൻ അവിടെ തന്നെ. അപ്പൊ കോതവറയാ ബെസ്റ്റ്. ഇതെന്തുവാടാ നിന്റെ മുഖത്ത് പുതിയൊരു പാട്? പുതിയ പാടൊന്നുമല്ല, 2 ആഴ്ചത്തെ പഴക്കമുണ്ട്. നമ്മുടെ വളവിൽ ഒരു ബംഗാളിയുടെ ഫ്രൂട്ട്സ് കടയുണ്ടല്ലോ. ഫ്രൂട്ട്സ് കടയിൽ പോയി കഴിഞ്ഞാൽ പാട് വരുമോ? ഫ്രൂട്ട്സ് കടയിൽ പോയാൽ പാട് വരത്തില്ല. അവിടെ ചെന്ന് അമ്മക്ക് ഞാൻ 1 കിലോ ആപ്പിൾ പറഞ്ഞു, എന്നിട്ട് കുറച്ച് മുന്തിരി ഒന്ന് ടേസ്റ്റ് ചെയ്തു. അതിന് ബംഗാളി കത്തിക്ക് വരുന്നതാണ് എന്നെ. മുന്തിരിങ്ങ ടേസ്റ്റ് ചെയ്തപ്പോ ചന്ദ്രനാമനകത്തപ്പോഴേ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്താ? 2 കിലോ മുന്തിരിങ്ങ ടേസ്റ്റ് ചെയ്ത ആരായാലും അടിക്കും. ഫ്രൂട്ട്സ് കടയുടെ വാതിക്ക് എങ്ങനെയാണോ കുറി വെക്കുന്നത്? അതല്ലേ ഞാൻ അവനെ വിട്ടത്. അതൊക്കെ പോട്ടെ, നീ ജയന്തി പിടിച്ചാ വന്നേ? ഞാൻ അതിനകത്തൊന്നും കയറിയല്ല വന്നത്. ഞാനൊരു പെട്ടി ഓട്ടോറിക്ഷ പിടിച്ചാ വന്നത്. പെട്ടി ഓട്ടോ വിളിച്ചു? പിന്നെ 2 ലക്ഷം രൂപയുടെ സമൂസ തലേ ചുമന്നുകൊണ്ട് വരാൻ പറ്റുള്ളൂ. 2 ലക്ഷം രൂപയുടെ സമൂസ? എടോ, താനല്ലേടോ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞത് ഒരു സമൂസ കൊടുത്താൽ 2 ലക്ഷം രൂപ കിട്ടുമെന്നും. ചെയ്യുന്നത് കള്ളപ്പണിയാണെങ്കിലും ചെറിയ സമൂസ കൊടുത്തിട്ട് എങ്ങനെയാണോ 2 ലക്ഷം രൂപ മേടിക്കുന്നത്? അതായത് 2 ലക്ഷം രൂപയുടെ മതിപ്പുള്ള വലിയ സമൂസയായിട്ട് ചന്ദ്രൻ വന്നത്. എന്റെ ചന്ദ്ര, തിന്നുന്ന സമൂസയുടെ കാര്യമല്ലടാ ഞാൻ ഈ പറഞ്ഞത്. പിന്നെ ഡാൻസ് കളിക്കുന്ന സമൂസയുടെ കാര്യമാണോ ഞാൻ പറയുന്നത്? കേക്ക്. ഒരു ചെറുക്കൻ വന്നിട്ട് പറഞ്ഞു അവന്റെ മാസ്റ്ററിന്റെ പേരായി സമൂസ. അയാളെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടാ പോയത്. ഏതോ വള്ളി കേസിന് പിന്നെയും വിളിച്ച് വരുത്തിയിരിക്കുവാണ്. എന്തായാലും വന്ന് പെട്ട്. ചന്ദ്ര, ഒരുപാട് വൃത്തിയാണ് പറയത്ത്. നിന്നെ ഞാൻ എവിടെ കൊണ്ടുപോടാ പെടുത്തിട്ടുള്ളേ? പെടുത്താത്ത ഒരേ ഒരു സ്ഥലമേ ഈ ലോകത്തുള്ളൂ. അതെവിടാ? അത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പെടുത്തിയിട്ടില്ലെന്ന്. ഒരു 4 മാസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചന്ദ്ര, ഒരു വഴിവെട്ട് കേസ് ഒത്തുതീർപ്പാക്കാൻ നീ വരണമെന്നും. അവിടെ ചെല്ലുന്നവരെ 5 ഇഞ്ച് വീതിയുള്ള എന്റെ നെഞ്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ 8 ഇഞ്ച് വീതിയായി. 5 ഇഞ്ചുള്ളത് 8 ഇഞ്ചാവാൻ വേണ്ടിട്ട് അവിടെയുള്ള പിള്ളേർ എന്നെ റോഡെ കിടത്തിയിട്ട് നെഞ്ചത്ത് കഴിഞ്ഞ് റോഡർ കയറ്റി ഇറക്കുമായിരുന്നു. പിന്നെ എങ്ങനെയാണോ നെഞ്ചിന് വീതി വെക്കാത്തത്? ദൈവം തമ്പുരാനെ, എനിക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ ഇവിടെ ചന്ദ്ര. എങ്ങനെ കാണാനാ? അവന്മാരടിച്ചു ചുരുട്ടി ഇയാളെ ഒരു PVC പൈപ്പിനകത്ത് കയറ്റി വെച്ചിരിക്കുവായിരുന്നു. ഞാൻ ചെന്ന് നോക്കുമ്പോ തേരിട്ട വളഞ്ഞിരിക്കുന്ന പോലെ PVC പൈപ്പിനകത്ത് ഇരിക്കുന്നു. പിന്നെ
കുത്തി ഇറക്കുമായിരുന്നു ഞാൻ ഇയാളെ. പിന്നെ ഞാൻ അവിടെ അന്വേഷിച്ച് അപ്പോഴല്ലേ അറിഞ്ഞത് വഴിവെട്ട് കേസല്ല, ഇയാളുടെ ഏതോ വഴിവെട്ട ബന്ധത്തിന് എന്നെ വിളിച്ച് വരുത്തിയാണ്. എങ്ങനെ ഇരിക്കുന്നു ചന്ദ്ര? ഈ അടി കിട്ടുന്നതൊക്കെ നീ അങ്ങ് മറക്കടാ. കാലം എത്രയാശൻ ഇത് മറക്കാൻ തുടങ്ങിയിട്ട്. എല്ലാ ദിവസവും ഇയാൾ എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി ഞാൻ പെടും. അടി കൊണ്ട് ഞാൻ വീട്ടിൽ കിടക്കുമ്പോ വലിയൊരു കുപ്പി തൈലവുമായിട്ട് ഇയാൾ വരും. എന്നിട്ട് എന്നോട് പറയും, ചന്ദ്ര ഇന്നലെ കിട്ടിയ അടി നീ മറക്കണമെന്ന്. 40 വർഷം കൊണ്ട് ചന്ദ്രൻ മറക്കുവാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, പഴയ പോലൊന്നും എനിക്ക് ഒരുപാട് നേരം വന്ന് നിൽക്കാൻ പറ്റത്തില്ല. 5 മണിക്ക് തിരിച്ചു പോണം. എടാ ചന്ദ്ര, ഒരു പണിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വന്നിരിക്കില്ല. അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. നീ എന്തിനാ കിടന്ന് ധൃതി പിടിക്കുന്നേ? ധൃതി ഉണ്ടെന്ന്. പഴയ പോലല്ല, എന്റെ ബന്ധം വളർന്നിരിക്കുക. ചന്ദ്ര, നീ ഏതെങ്കിലും ഡോക്ടറെ കണ്ടാ ഇതിനൊരു പരിഹാരം കാണണം. എന്ത്? നിന്റെ ഗ്രന്ഥി എല്ലാം കൂടെ വളർന്നു ഗ്രന്ഥി വളർന്നല്ല പറഞ്ഞത്, എന്റെ ബന്ധം ഇപ്പൊ വളർന്നിരിക്കുവാന്ന്. അതെന്തുവാ? ഇപ്പൊ പോലീസുകാരുമായിട്ട് ഞാൻ ടൈപ്പില്ല. പോലീസുകാർക്ക് പിടികിട്ടാത്ത പല പിടികിട്ടാ പുള്ളിയും ചന്ദ്രനാ പിടിച്ചു കൊടുക്കുന്നത്. ചന്ദ്ര, ഈ പിടിച്ചു കൊടുത്താ അപ്പൊ നിനക്ക് എന്തോ കിട്ടും? അല്ല, ഈ പിടികിട്ടാ പുള്ളികളെ പോലീസുകാരുടെ പകുതി ശമ്പളം എനിക്ക് തരും. അത് ശരി. അപ്പൊ ചന്ദ്രൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായെന്ന് പറ. മൊത്തത്തിലില്ല, അർദ്ധ സർക്കാർ. അതെന്തോ അർദ്ധ സർക്കാർ? ഇവന്മാര് യൂണിഫോം ഇടാൻ തരത്തില്ലെന്ന്. ചന്ദ്ര, തന്റെയൊക്കെ ആയിരുന്നു ഞാനൊരു വിളിച്ചാ വെളിപ്പുറത്ത് നീ ഓടി വരുമായിരുന്നു. ഇപ്പൊ ആശാനെ ഒന്നും നിനക്കത്ര പരിഗണന ഇല്ല. പരിഗണന ഇല്ലാത്തോണ്ടൊന്നുമല്ല, പ്രായം കൂടി വരുവാ. പണ്ടൊക്കെ നിങ്ങൾ വിളിക്കുമ്പോ എനിക്ക് ഓടി വരാൻ പറ്റുമായിരുന്നു. ഇപ്പൊ എന്താണ് ഓടി വന്നാലേ? ഇപ്പൊ ഓടി വന്നു കഴിഞ്ഞാൽ 2 മുട്ടിന്റെ ചിരട്ട ഇളകി തറയെ പോകും. പിന്നെ പെങ്ങടെ കൊച്ച് അതെടുത്തോണ്ട് മണ്ണപ്പം ചുട്ട് കളിക്കലാണ്. പിള്ളേർ കൊണ്ടുപോയി കളിക്കട്ടാ. പിന്നെ ഞാൻ അവിടെ ചെന്ന് അത് കഴിയും മുട്ടയെ വെച്ച് സെറ്റ് കെട്ടി വരുമ്പോഴത്തേക്ക് സമയം ഒരുപാടോ. അതുകൊണ്ട് ചന്ദ്ര, ഇത്രയും പ്രായമായിട്ടുണ്ടല്ലോ, എന്റെ ഈ 2 മുട്ടിന്റെ ചിരട്ടയ്ക്ക് ഒരു കുഴപ്പമില്ല. തുറവൂര് വെച്ച് 2 വർഷം മുമ്പ് അടിച്ച് ചിരട്ട 2 എടുത്ത് കളഞ്ഞ മനുഷ്യനാണ് പ്രസംഗിക്കുന്നത്. ചില സമയത്ത് മുണ്ടും മടക്കി കുത്തി വളർന്നു കാണുമ്പോൾ മുട്ടയിലൊട്ടണം നോക്കണം. 2 ചൈനക്കാര് വർത്താനം പറഞ്ഞു വരുന്ന പോലെയാണ് മുട്ടയിൽ ചിരട്ട ഇരിക്കുന്നത്. എന്നിട്ട് നിന്നോണ്ട് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുവാണ്. എന്താ പറഞ്ഞാലും അവൻ ഓർഡർ എന്റെ മണ്ടേ കൊണ്ടുവെക്കും. പിന്നല്ലാതെ ഞാൻ എന്തോ പറയാനാ? ആശാന്റെ കാര്യം പറയാ. ഞാൻ ഇവിടുന്ന് പോയിട്ട് എത്ര നാളായി? എന്നെ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് വിളിച്ച് തിരക്കിയിട്ടുണ്ടോ? നീ എന്നെ വിളിച്ചിട്ടുണ്ടോ? 3 മാസം ഞാൻ വെന്റിലേറ്ററിൽ കിടക്കുമായിരുന്നു. അവിടെ പോയി കിടക്കുന്നതിന്റെ കാര്യം എന്തോ? നിന്റെ പെരക്കകത്ത് സ്ഥലമില്ലായിരുന്നു? പെരക്കകത്ത് കയറ്റത്തില്ലെങ്കിൽ കടത്തിന്റെ പോയി കിടക്കണം. അതാണ് അന്തസ്. എടോ, വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ അത്യാഹിത വിഭാഗമാണ്. അതായത് തീവ്ര പരിചരണ വിഭാഗം. അതാണ് വെന്റിലേറ്റർ. ബോംബെ എന്ന് വന്ന ടീം പണിതാ. വെന്റിലേറ്ററോ? വെന്റിലേറ്റർ അല്ല, എന്നെ പണിതാ പറഞ്ഞത്. അതല്ലേ സീരിയസ് ആയിട്ട് വെന്റിലേറ്റർ കിടന്നത്. എടാ ചന്ദ്ര, എന്നാൽ ഈ വെന്റിലേറ്റർ എന്ന് പറയുന്ന സാധനം എന്തുവാടാ? ഓ, വെന്റിലേറ്റർ എന്താന്നറിയാത്തൊരു മനുഷ്യൻ 2 വർഷം മുമ്പ് ഇടിച്ച് നീര് കൊണ്ട് സീരിയസ് ആയിട്ട് വെന്റിലേറ്റർ കിടന്നതാണ്. ഒരു ദിവസത്തെ വെന്റിലേറ്ററിന്റെ വാടക ഡോക്ടർമാർ പറയുന്നത് കേട്ടപ്പോ ഇയാൾ എന്താ ചെയ്തെന്നറിയോ? മരിച്ചതായിട്ട് അഭിനയിച്ചേക്കുന്നു. അവസാനം ഒരു സുന്ദരി നേഴ്സ് വന്ന് പൾസ് ഉണ്ടോ എന്ന് പിടിച്ചു നോക്കിയപ്പോ കൺട്രോൾ പോയി കണ്ണു തുറന്ന മനുഷ്യനാണ് വെന്റിലേറ്ററിനെ പറ്റി പറയുന്നത്. അതൊന്നുമല്ല, എന്നെ വിളിച്ചു വരുത്തിട്ട് ഈ സമൂസ കൊടുത്താൽ 2 ലക്ഷം രൂപ കിട്ടുമെന്ന്. ആ ചെറുക്കൻ എവിടെയോ? ആ ചെറുക്കനെ എന്തോ കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയതാ. ഇപ്പൊ എന്താണ് അവൻ? ഭയങ്കര തീവ്രവാദി, ഡേഞ്ചറാണ് അവൻ. അങ്ങനെയുള്ള അവൻ എന്തെങ്കിലും തിന്നുകൊണ്ട് വരുവാന്ന് എന്റെ പൊന്നു ചന്ദ്ര, നീ അവന്റെ പാത്രത്തിൽ കൈയിടരുത്. അതെന്താ? അവൻ നിന്നെ തല്ലുമെന്നുള്ള കാര്യം ഉറപ്പാ. ചന്ദ്രൻ ഈ കളിയൊക്കെ എത്രയോ കണ്ടിരിക്കുന്ന ആശാനെ. അതുകൊണ്ട് വരുന്ന ചന്ദ്ര വരുന്നു. മാസ്റ്ററെ കിട്ടിയോ? മാസ്റ്ററെ കിട്ടിയോ? മാസ്റ്റർ കോപ്പിലൊന്നും കിട്ടിയില്ല. നിന്റെ പണി നോക്കി നീ പോണത്. ചന്ദ്ര കഴിഞ്ഞടാ. ചന്ദ്ര കഴിഞ്ഞു. അല്ലടാ ചന്ദ്ര, എന്നെ അടിച്ചപ്പോ നീ എന്തിനാ വീണത്? എടോ, തറയെ കിടന്ന് ഏത് മുറവെടുക്കണമെന്ന് ആലോചിക്കുമായിരുന്നു. എന്തായാലും ഞാൻ വന്നെന്നുള്ളത് അവൻ ദൂരെന്ന് കണ്ടു. അതാ അവൻ ഓടിക്കളഞ്ഞു. കൊച്ചാന്ന് ഞാൻ നോക്കുന്നില്ല, ഒരു കൊച്ചു കുറിവെച്ച് കളയും ഞാൻ. എന്റെ സ്വഭാവം അറിയാമേത്തോണ്ട് അവൻ ഇവിടെ ഇനി എങ്ങാനും വന്നാൽ കയ്യാലിട്ട് കറക്കി ഒറ്റ അടിയുണ്ട് ചന്ദ്രൻ. അതാ കളി. പോയില്ല, ഇവിടെ നിപ്പോണ്ടേ ചന്ദ്രൻ. ഡിസ്ക് ചന്ദ്രൻ ഫ്രം കോതപറ. അല്ല, അത് വേണ്ട. മാസ്റ്ററെ പിടിച്ചു രണ്ടുപേരും. എനിക്ക് നീ കുറെ നേരമായിട്ട് എന്തോ അവന്റെ പേര് സമൂസ ഉണ്ടപ്പൊരി എന്തോ സമൂസ. സമൂസ ആണെങ്കിലും ശരി, വാഴക്ക ആണെങ്കിലും ശരി, എനിക്ക് അവനെ പറ്റി കുറെ ഡീറ്റെയിൽസ് നിന്നോട് ചോദിച്ചറിയാനുണ്ട്. വാ. ഞാൻ വരുന്നില്ല. വരുന്നില്ലെന്നു? ഇല്ല. ചന്ദ്രൻ വിളിക്കുന്നിടത്ത് വരുന്നില്ലെന്നു? ഇല്ലെന്നു. എടാ, കൊച്ചിയിലെ പേര് കേട്ട ഗുണ്ടകൾ പോലും ചന്ദ്രൻ വിളിച്ച അടുത്ത് വരും. പിന്നെ നീ? ഞാൻ വരത്തില്ല. നിന്നെ ഇവിടെ വരുത്താൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. പോടാ ഇവിടെ. ഇത്ര പെട്ടെന്ന് എന്തിനാടാ വന്നത്? അപ്പൊ ആരോഗ്യമുള്ള ഒരു
വലിച്ചാൽ നീ വരും. ഒരു വലി കൂടെ ഞാൻ വലിച്ചിരുന്നെങ്കിൽ നിന്റെ കയ്യൂരി എന്റെ കറ്റത്തിരുന്നേനെ. മര്യാദക്ക് എന്റെ മാസ്റ്റർ പിടിച്ചോണ്ടാ. എന്റെ സമൂസ മാസ്റ്റർ വേണോ? സമൂസയാണെങ്കിലും എന്ത് മൂസയാണെങ്കിലും അവനെയൊക്കെ ഞാൻ പിടിച്ചോണ്ട് തരാം. 50,000 രൂപ അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട് ഇയാള്. 50,000 രൂപ തന്നടാ. അഡ്വാൻസ് മേടിച്ചു വെച്ചോണ്ട് ഇന്ന് കീച്ചുവാണ്. അപ്പൊ അത് ശരി. അപ്പൊ ഒരു കാര്യം ചെയ്, ബാക്കി പൈസ ചന്ദ്രന്റെ തന്നിട്ട് പോക്കോ. ബാക്കി പൈസ ഒന്നും തരത്തില്ല. മാസ്റ്ററെ പിടിച്ചോണ്ട് വരുമ്പോ ഞാൻ പൈസ കുഞ്ഞാണെങ്കിലും വലുതാണെങ്കിലും ചന്ദ്രൻ കാശ് മേടിച്ചിട്ട് പണിയെടുക്കാറുള്ളൂ. ഞാൻ തരത്തില്ല. അതുകൊണ്ട് ഈ പൈസയും ബാഗും ചന്ദ്രൻ മാമനിങ് എടുക്കുക. ലെതറിന്റെ ബാഗ് അതാ വരാത്തല്ല അവൻ തരാത്തതാ. എടോ തരാത്തല്ല വരാത്ത. അവൻ ഭയങ്കര ഡേഞ്ചറാന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? കത്തിയല്ലേ എടുത്തിരിക്കും. കത്തി എടുത്തോണ്ടിരിക്കുന്നു, അവൻ കൊല്ലും. ഓടരുത് അവൻ. ആരോടാൻ പറഞ്ഞ ഈ പറഞ്ഞത്? ഇവൻ കത്തിയെടുത്ത് നിൽക്കുന്ന കാണുമ്പോൾ 2ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ കത്തിയെടുത്ത് നിൽക്കുന്ന പോലുണ്ട്. അതേത് കത്തിയാ? പേന കത്തി. നിന്റെ അടുത്തൊന്നല്ല, നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ചന്ദ്രൻ കത്തി മേടിച്ചിട്ടുണ്ട്. കൊള്ളാം. കുട്ടി എങ്ങനെയുണ്ട്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ സമൂസയാണെങ്കിലും സിമൂസയാണെങ്കിലും എന്താ നോക്കുന്നത്? നിങ്ങൾ ഞാൻ രണ്ടുപേരോട് പറഞ്ഞു എന്റെ ഇത് പൈസ മേടിച്ച് ഞാൻ ഇതുവഴി വഴിയിൽ കൂടെ നടന്നു പോയപ്പോ ഇങ്ങനെ എന്നെ വിളിച്ചു വരുന്നത് എന്റെ മാസ്റ്ററെ തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരോട് എന്നെ പറ്റിക്കുമല്ലടാ. എനിക്ക് എന്റെ സമൂസ മാത്രമേ കൊടുത്താ. സമൂസ മാസ്റ്റർ അവനെങ്ങനെ എന്റെ കയ്യിലിപ്പൊ കിട്ടിയ കറങ്ങി വന്ന് ഒറ്റ അടി അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ. എന്താണ് അവന്റെ കൊൺകൺ തറയിൽ പോയി കുറച്ച് ചെളി പറ്റിക്കാണും. എടുത്ത് വാരി കൂട്ടി പൊക്കോണം. പിന്നെ ഈ വഴിയെങ്ങാനും നീ വന്ന ചന്ദ്രൻ ആരാന്ന് നീ അറിയും. കൊച്ചാന്ന് നോക്കത്തില്ല, കൊച്ചു കുറി വെച്ച് കളയും ചന്ദ്രൻ. എന്റെ ബമ്പർ പോയേ. കൊടുത്തേക്ക്, ഞാൻ പോവാ. വാടാ ഇവിടെ എന്നോ, അതും ചന്ദ്രനെ. എടാ ചന്ദ്രനെ ആരും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. ചന്ദ്രനെ കാണേണ്ടവർ ചന്ദ്രന്റെ അടുത്ത് വന്ന് കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ നീ എടാ തലമൂത്ത പോലീസുകാർ വിളിച്ചിട്ട് പോലും ചന്ദ്രൻ ആരുടെ അടുത്ത് പോയി നിന്നിട്ടില്ല. എന്താ വിളിച്ചു? എന്റെ മാസ്റ്ററെ കൊണ്ടുതരാം. അത് പൈസ എല്ലാം മേടിച്ചിട്ട് പോയി. ഞാൻ എത്ര നാളെ കൊണ്ട് എന്റെ മാസ്റ്ററെ തിരക്കി നടക്കൊണ്ടറിയോ? നീ എന്നോട് ഇങ്ങനെ ചെയ്തിരിക്കും. നിന്റെ മാസ്റ്ററെ ഞാൻ ഇങ്ങനെ എടുക്കുവാണോ? ആശാനെ പോക്ക് കണ്ടിട്ട് ഇതിപ്പോ തീരുവെന്ന് തോന്നില്ല. ഇത് ഇനി